നമസ്കാരം. കഴിഞ്ഞ ദിവസം നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടതുപക്ഷത്തിന് കനത്ത ഒരു പരാജയം നേരിടേണ്ടി വന്നു എന്നുള്ള വസ്തുത നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ എന്താണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു പരാജയം ഉണ്ടാവാനുള്ള കാരണം? ഇതുമായി ബന്ധപ്പെട്ട് നമ്മളോടൊപ്പം ഇന്ന് ചർച്ചയ്ക്കായി എത്തിയിരിക്കുന്നത് ശ്രീനാരായണ സഹോദര ധർമ്മവേദിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ സൗത്ത് ഇന്ത്യൻ ആർ വിനോദാണ്. സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സാർ. നമസ്കാരം സാർ, ഇപ്പോൾ തുടക്കത്തിൽ സാർ കേട്ടിട്ടുണ്ടാവും, ഇങ്ങനെ ഒരു പരാജയം ഇടതുപക്ഷം വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു. കാരണം എന്ത് ചെയ്തിരുന്നാലും നമ്മൾ വിജയിക്കും. കാരണം ഒരുപാട് എന്താ പറയുക, ജനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരുപാട് പദ്ധതികൾ ഇതിനു മുമ്പായി തന്നെ ആവിഷ്കരിക്കപ്പെടുന്നു, അതെല്ലാം അനൗൺസ് ചെയ്യപ്പെടുന്നു. പക്ഷേ എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു വീഴ്ച? തന്നെയുമല്ല, NSS, SNDP തുടങ്ങിയ സംഘടനകളെല്ലാം ഈ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടതുപക്ഷത്തിന് ഒരു അനുകൂല ഭാവത്തിൽ നിൽക്കുകയും ചെയ്തു. എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെയൊരു ദാരുണമായൊരു തിരിച്ചടി ഇടതുപക്ഷത്തിന് നേരിട്ടത്? ഇടതുപക്ഷത്തിന് ഇത്തരത്തിലൊരു കനത്ത പരാജയം നേരിടേണ്ടി വന്നതിൻ്റെ നമ്മൾ പ്രഥമ ദൃഷ്ട്യാ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തുണ്ടായ പ്രധാന കാരണങ്ങളിലൊന്ന് എന്ന് പറയുന്നത് മുഖ്യമന്ത്രി ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശനുമായി ഉണ്ടാക്കിയ അവിശുദ്ധ കൂട്ടുകെട്ടിൻ്റെ പരിണിത ഫലമാണ് എന്ന് വേണം നമ്മൾ കാണാൻ. അതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് വെള്ളാപ്പള്ളി നടേശൻ്റെ കഴിഞ്ഞ കുറേ കാലമായിട്ടുള്ള വർഗീയ വിദ്വേഷം വെച്ച് പുലർത്തുന്ന തരത്തിലുള്ള ചിന്താഗതിയും പ്രസ്താവനകളും അത് ഈ സമൂഹത്തിൽ എത്രത്തോളം ആളുകളുടെ മനസ്സിൽ ആഴത്തിൽ മുറിവേൽപ്പിച്ചു എന്നുള്ളതിൻ്റെ റിസൾട്ടാണ് ഈ തദ്ദേശ സ്വയംഭരണ ഇലക്ഷനിലൂടെ ഇവിടെ പ്രതിഫലിച്ചത്. വെള്ളാപ്പള്ളി നടേശനെ പോലെ ഒരു വ്യക്തി ഇരിക്കുന്ന കസേരയുടെ മഹത്വം മറന്നുകൊണ്ട്, നമുക്കെല്ലാവർക്കും അറിയാം അദ്ദേഹം ഇരിക്കുന്ന അദ്ദേഹം ഇങ്ങനെ മുഖ്യധാര ഇതിലേക്ക് വരാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്ന SNDP യോഗം എന്ന മഹാപ്രസ്ഥാനത്തിൻ്റെ കസേരയിൽ ഇരിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ SNDP യോഗമെന്ന ഈ മഹാപ്രസ്ഥാനത്തിന് ഉള്ള മൂല്യം കാത്തു സൂക്ഷിക്കുന്നതിന് പകരം സ്വന്തം താല്പര്യങ്ങളെ നിലനിർത്തുന്നതിന് വേണ്ടി വർഗീയ വിദ്വേഷം പുലർത്തുന്ന വാക്കുകൾ നിരന്തരം ഉപയോഗിച്ചുകൊണ്ട്, അത് എവിടെയാണ് പറയുന്നതെന്ന് നമ്മൾ നോക്കണം. ശരിയാണ്. ഭാരതം എന്ന് പറയുന്നത് അല്ലെ ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു സവിശേഷതയുണ്ട്. നമുക്കറിയാം, നാനാത്വത്തിൽ ഏകത്വം വെച്ച് പുലർത്തുന്ന നാടാണ് ഭാരതം എന്ന് പറയുന്നത്. ഈ ഭാരതത്തിൽ തന്നെ ഏറ്റവും പ്രബുദ്ധമായ കേരളത്തിലിരുന്നു കൊണ്ടാണ് ഇത് പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഋഷീശ്വരന്മാർ, അദ്ദേഹം ഇരിക്കുന്നത് ഏറ്റവും ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരാചാര്യനായ ശ്രീനാരായണ ഗുരുദേവൻ്റെ ആശീർവാദത്തോടു കൂടി ഉണ്ടാക്കിയ പ്രസ്ഥാനമായ SNDP യോഗത്തിൻ്റെ കസേരയിലാണ് ഇരിക്കുന്നത്. ഗുരുദേവൻ എന്താണ് പറഞ്ഞതെന്ന് നമുക്കറിയാം. എല്ലാവരെയും ഒന്നായി കാണുവാൻ, നീയും ഞാനും ഒന്നാണെന്നുള്ള തത്വം ഈ സമൂഹത്തിൽ പ്രചരിപ്പിക്കുകയും അത് മനുഷ്യ മനസ്സിലേക്ക് ആഴത്തിൽ പതിക്കുന്നതിനും അത്തരത്തിൽ പ്രവർത്തിക്കുന്നതിനും സ്വയം പ്രവർത്തിച്ച് കാണിച്ച ഋഷിവര്യന്മാരിൽ ഒരാളാണ് ശ്രീനാരായണ ഗുരുദേവൻ. യഥാർത്ഥത്തിൽ അത് എന്താന്ന് വെച്ചാൽ, ഗുരു പറഞ്ഞിട്ടുണ്ട്, അവനിവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിയിലാധിമമായ ഒരാത്മരൂപമെന്നാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, നീയെന്നും ഞാനെന്നും പറയുന്നതെല്ലാം സാക്ഷാൽ ബ്രഹ്മത്തിൻ്റെ ശക്തികളാണ്. അതായത് ആ ബ്രഹ്മമാണ് നിന്നിലും എന്നിലും കുടികൊള്ളുന്നത്. അപ്പോൾ നീയും ഞാനും ആത്മസഹോദരങ്ങളെന്നാണ് ഗുരു അവിടെ വിവക്ഷിച്ചത്. ഇതാണ് യഥാർത്ഥ അദ്വൈത സിദ്ധാന്തം എന്ന് പറയുന്നത്. ഈ അദ്വൈത സിദ്ധാന്തം ആരാണ് കൊണ്ടുവന്നത്? ഭാരത ഋഷീശ്വരന്മാർ. നമ്മുടെ 4 വേദങ്ങളിലും ഇത് തന്നെയാണ് പറയുന്നത്. നമുക്കറിയാം, ആദിശങ്കരാചാര്യർ ആണ് അദ്വൈത സിദ്ധാന്തം കൊണ്ടുവരുന്നത്. അപ്പോൾ ആദി ശങ്കരാചാര്യർ കൊണ്ടുവന്ന അദ്വൈത സിദ്ധാന്തത്തെ ഈ സമൂഹത്തിൽ പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി സ്വജീവിതം ഉഴിഞ്ഞുവെച്ച വ്യക്തിത്വമായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ.
അപ്പോൾ ആ അദ്വൈതത്തെ മനുഷ്യനിലേക്ക് ഇറക്കി അവരുടെ പ്രവൃത്തിയിലൂടെ അദ്വൈതം നടപ്പാക്കണം. അതിലൂടെ മാത്രമേ സമൂഹം രക്ഷപ്പെടൂ എന്ന് ചിന്തിച്ച വ്യക്തിത്വമാണ് ശ്രീനാരായണ ഗുരുദേവൻ. അതാണ് ഈ സമൂഹത്തിൽ നിന്ന് നിലനിന്നിരുന്ന എല്ലാ അനാചാരങ്ങളെയും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഇല്ലാതാക്കുന്നതിന് വേണ്ടി, അതായത് ഇവിടെ സമത്വം കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ശ്രീനാരായണ ഗുരുദേവൻ 1888 അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തി. അപ്പോൾ ആ ശിവപ്രതിഷ്ഠ നടത്തിയിട്ട് ഗുരു അവിടെ എഴുതി വച്ചത് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്നാണ്. അപ്പോൾ അത്തരത്തിൽ പറഞ്ഞ ഗുരു വിഭാവനം ചെയ്ത ലോകം എന്താണ് എന്ന് ചിന്തിക്കണം. അപ്പോൾ അവിടെ ഈ ജാതിയും മതവും ഒന്നുമില്ലാത്ത ഒരു സമൂഹത്തെ ആണ് ഗുരു വിഭാവനം ചെയ്തത്. പക്ഷെ ഇന്നത്തെ കേരളത്തിൻ്റെ പോക്ക് വീണ്ടും, അന്ന് സ്വാമി വിവേകാനന്ദൻ കേരളം ഭ്രാന്താലയമാണ് എന്ന് വിശേഷിപ്പിച്ചതിന് ഉപരിയായിട്ടാണോ വീണ്ടും ഇത് യാത്ര ചെയ്യുന്നത്? ഇവിടെ മതമേല അധ്യക്ഷന്മാരെല്ലാം വർഗീയതയാണ് പറയുന്നത്. അപ്പം ഞാൻ പറയുന്ന വെള്ളാപ്പള്ളി പറഞ്ഞതുപോലെ തന്നെ അതേ ആശയം വെച്ച് പുലർത്തുന്ന ഏതാളുകളായാലും അവരെ എല്ലാം നമ്മൾ നമസ്കരിക്കണം. കാരണം ഇപ്പം വെള്ളാപ്പള്ളി പറഞ്ഞതിന് തത്തുല്യമായി പറയുന്ന വേറെ സംഘടനകളും ഉണ്ട്, ഇല്ലെന്ന് നമ്മൾ പറയുന്നില്ല. അപ്പം അതിനെ ഒന്നിനെ ന്യായീകരിക്കാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ ഈ ഏകോദര സാഹോദര്യത്തോടുകൂടി ജീവിക്കേണ്ട ഈ കേരളത്തിൽ അതിനെതിരെ നമ്മൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് പിന്നെ മാധ്യമങ്ങളിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, വെള്ളാപ്പള്ളി നടേശൻ ഓരോ ദിവസവും ഈ രീതിയിലുള്ള വിവിധ തരത്തിലുള്ള വർഗീയ വിഷം ചീറ്റുന്ന വാക്കുകളും പ്രസ്താവനകളും ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ മലപ്പുറം വിഷയവുമായി ബന്ധപ്പെട്ട് മലപ്പുറംകാരെ മുഴുവൻ, മുസ്ലിം സമുദായത്തെ മുഴുവൻ അടച്ചാക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശം മുസ്ലിം സമുദായത്തെ മാത്രമല്ലല്ലോ പറയുന്നത്. അതെ, ഇപ്പൊ ഇവിടെ ഈ നമ്മളിപ്പോൾ ചോദിച്ച ചോദ്യത്തിന്റെ ആൻസർ എന്ന് പറയുമ്പം യഥാർത്ഥത്തിൽ എന്താ ചോദിച്ചത്? ഇവിടെ LDFന്റെ കനത്ത പരാജയം എന്താണെന്നാണ്. ഇപ്പം ശ്രീനാഥ് സൂചിപ്പിച്ചതുപോലെ ഇവിടുത്തെ തദ്ദേശ സ്വയംഭരണ ഇലക്ഷൻ വരുന്നതിന് മുമ്പായിട്ട് LDF ഗവൺമെന്റ് തന്നെ നേരിട്ട് ശബരിമല ആഗോള അയ്യപ്പ സംഗമം നടത്തി. ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ എല്ലാ മതത്തിലുള്ള ആളുകളെയും വിളിച്ചു വരുത്തി, വിശിഷ NSSനെ SNDPയെ എല്ലാം വിളിച്ചു വരുത്തി അവിടെ ഇത് ചെയ്തു. അപ്പം അതിൽ മുഖ്യമന്ത്രി സ്വന്തം കാറിലാണ് വെള്ളാപ്പള്ളി നടേശനെ കൊണ്ടുവന്നു. അതൊരു തെറ്റൊന്നുമല്ല. പക്ഷേ ഇത് മറ്റുള്ള മതസ്ഥര് ഇവിടെ എന്തുകൊണ്ട് അങ്ങനെ കൊണ്ടുവന്നപ്പം പരാജയം സംഭവിച്ചു എന്ന് നമ്മൾ നോക്കണം. അതെ, ഈ കൊണ്ടുവന്ന വ്യക്തിയുടെ കുഴപ്പമോ, അല്ലാതെ SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറിയെ കൊണ്ടുവന്നിരുന്നെങ്കിൽ അങ്ങനെ ഒരു SNDP യോഗത്തിന്റെ അല്ലെങ്കിൽ ഗുരുദർശനത്തിൽ അടിയുറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിത്വത്തെ SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ അവിടെ വന്നാൽ ആർക്കും ആക്ഷേപം വരുത്തില്ലായിരുന്നു. പക്ഷേ ആ ഗുരുദർശനത്തിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട്, അതിൽ നിന്നും പരിപൂർണമായും വ്യതിചലിച്ചാണ്. നമ്മളത് മനസ്സിലാക്കണം. കാരണം ഗുരുദർശനം എന്ന് പറയുന്ന ഗുരുദർശനം എന്താണെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ഗുരുദർശനം ഈ ലോകത്ത് ശാന്തിയും സമാധാനവും സാഹോദര്യവും നിലനിർത്തുക എന്നുള്ളതാണ് ഗുരുദർശനത്തിന്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ എല്ലാവരും സമന്മാരാണ്. സമത്വത്തിനാണ് ഗുരുദർശനത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ളത്. അപ്പൊ ആ സമത്വത്തെ പരിപൂർണമായും തമസ്കരിച്ചുകൊണ്ട് ആ ഗുരുവിൻ്റെ കസേരയിൽ, ഗുരു ഉണ്ടാക്കിയ കസേരയിൽ ഇരുന്നു കൊണ്ട് പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ അതിൽ പരം നമുക്ക് ഒന്നും പറയാനില്ല. അപ്പൊ അത്തരത്തിലുള്ള ഒരാളുമായിട്ട് SNDP യോഗം ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ബന്ധത്തിന്റെ കുഴപ്പമല്ല. വെള്ളാപ്പള്ളി നടേശൻ എന്ന വ്യക്തിക്കാണ് അവിടെ കുഴപ്പം. കാരണം എന്താണെന്ന് വെച്ചാൽ SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി ഇത്തരത്തിൽ പെരുമാറാൻ പാടില്ല. ഇവിടെ ആരും അത് ചൂണ്ടിക്കാണിക്കുന്നില്ല. SNDP യോഗത്തിലുള്ളവരാണത് പറയേണ്ടത്.
കാരണം SNDP യോഗത്തിൻ്റെ അസ്തിത്വം ഇല്ലാതാക്കുന്ന തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്തു കഴിഞ്ഞാൽ ഗുരു പോലും പൊറുക്കില്ല. അതെ. അപ്പൊ ആ ഗുരുവിന് എതിരായിട്ട് പ്രവർത്തിക്കുകയാണെന്ന് വേണം നമ്മൾ പറയാൻ. ഗുരു ദർശനമാണ് ഗുരു എന്ന് പറയുന്നത്. ഗുരു എന്താണ്? ഇവിടെ ഗുരു എന്ന് പറയുമ്പോൾ നമുക്കെല്ലാം വഴികാട്ടിയാണ്. നമ്മളിലെ അജ്ഞത ഇല്ലാതാക്കി ജ്ഞാനത്തെ തെളിയിക്കുന്നതാണ് ഗുരു എന്ന് പറയുന്നത്. അപ്പൊ ആ ഗുരുതത്വത്തിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് ഇവിടെ ഈ ഗുരുവിൻ്റെ ദർശനം നടപ്പാക്കേണ്ട ആളുകൾ തന്നെ പ്രവർത്തിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഗുരു നിന്ന എന്ന് മാത്രമേ അതിന് പറയാൻ പറ്റത്തുള്ളൂ. ആ ഗുരുനിന്ന തിരിച്ചറിയുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങൾ ഇന്ന് ശ്രീനാരായണീയരിൽ എത്രത്തോളം അത് ഉണ്ട് എന്നുള്ളതിന്റെ പ്രതിഫലനമാണ് ഇവിടെ. അതാണ് ഞാൻ പറഞ്ഞ ആ പ്രഥമ ദൃഷ്ട്യാ നമ്മൾ കാണേണ്ടത് അതാണ്. പിന്നെ മുഖ്യമന്ത്രിക്ക് പറ്റിയ കുഴപ്പമെന്ന് പറഞ്ഞാൽ അതിനെ പൂർണ്ണമായും മനസ്സിലാക്കാതെ ഇത് മറ്റുള്ള ആളുകളുടെ ഇടയിൽ LDF-നോടൊരു വിരോധത്തിന് കാരണമായിട്ടുണ്ട്. മുമ്പേ ശ്രീനാഥ് സൂചിപ്പിച്ച പോലെ തന്നെ മുസ്ലിം സമുദായത്തിനെതിരായിട്ട് പറയുന്നു. ഞാൻ നേരത്തെ ഒരു അഭിമുഖത്തിലും പറഞ്ഞതാണ്. എന്താണെന്ന് വെച്ചാൽ മുസ്ലിം സമുദായം, അതിപ്പം ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആരായാലും ഈ ആർഷഭാരത സംസ്കാരത്തിൽ ജീവിക്കേണ്ട നമ്മൾ ആ ഭാരതത്തിൻ്റെ സംസ്കാരത്തിന് യോജിക്കാത്ത തരത്തിൽ പെരുമാറുന്നത് ശരിയല്ല. അത് വെള്ളാപ്പള്ളി നടേശനായാലും ഇതര മതസ്ഥരിൽപ്പെട്ടവരായാലും ഏത് വ്യക്തിത്വമായാലും അത്തരത്തിൽ പെരുമാറാൻ പാടില്ല. ഇവിടെ നമുക്ക് മറ്റ് എല്ലാ ലോകരാഷ്ട്രങ്ങളിൽ നിന്നും വിഭിന്നമായ ഒരു കാഴ്ചപ്പാടും ഒരു മൂല്യവും നിലനിർത്തുന്ന രാഷ്ട്രമാണ് ഭാരതം എന്ന് പറയുന്നത്. എല്ലാ ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പം അത്തരത്തിലുള്ള ഒരാശയവുമായിട്ട് മുമ്പോട്ട് പോകുന്ന ഭാരതത്തിൽ അതിന് സമാനമായ ചിന്താഗതിയായിരിക്കണം നമ്മുടെ രാഷ്ട്രം നയിക്കുന്നവർക്കും, അതായത് രാഷ്ട്രീയക്കാർക്കും ഈ മതമേര അധ്യക്ഷന്മാർക്കും. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു മതം എന്ന് ഗുരു പോലും പറഞ്ഞിട്ടില്ല. ആ പല മത സാരവും ഏകം എന്നാണ് ഗുരു പറഞ്ഞത്. അപ്പൊ എല്ലാ മതങ്ങളുടെയും സാരാംശം ഒന്നായിരിക്കണം. അതുകൊണ്ടാണ് ഇവിടെ നാനാത്വത്തിൽ ഏകത്വം എന്ന് നമ്മൾ ആദ്യം തന്നെ വിശേഷിപ്പിച്ചത്. കാരണം അപ്പൊ പലതരത്തിലുള്ള മതത്തിന് വേറൊരു അർത്ഥം എന്ന് പറയുന്നത് അഭിപ്രായം എന്നാണ്. അപ്പൊ ആ പലതരത്തിലുള്ള അഭിപ്രായങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ട് ഒരു ഏകമായ അഭിപ്രായത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതാണ് അദ്വൈതം എന്ന് പറയുന്നത്. അദ്വൈത സിദ്ധാന്തം എന്ന് പറയുന്നത് എല്ലാം പലതുണ്ട്, പക്ഷെ ഈ പലതിലിൻ്റെ എല്ലാം അന്തസത്ത ഒന്നാണ് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അദ്വൈത സിദ്ധാന്തം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ അദ്വൈതത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് പ്രവർത്തിച്ച ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനത്തിന് വിപരീതമായിട്ട് മുമ്പോട്ട് പോയപ്പോൾ ശ്രീനാരായണീയ സമൂഹം ഇതിന് മാപ്പ് കൊടുക്കില്ല. കാരണം ശ്രീനാരായണീയ സമൂഹം ഗുരുവിനെയും ഗുരുവിൻ്റെ ദർശനത്തെയുമാണ് ഉൾക്കൊള്ളുന്നത്. അവിടെ വ്യക്തിക്ക് പ്രാധാന്യമില്ല. അപ്പൊ അതിന് വിപരീതമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളെ കൂട്ടുപിടിക്കുന്ന ആളുകളും ശ്രദ്ധിക്കണം എന്നുള്ളതിൻ്റെ ഒരു മുന്നറിയിപ്പാണ് ഇപ്പം ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അത് ഇനിയും വരും കാലങ്ങളിലും ഇത് ശ്രദ്ധിക്കാതെ മുമ്പോട്ട് പോയാൽ നമുക്ക് ഇവരോടെല്ലാം താല്പര്യമുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത്. കാരണം ഇത് മനസ്സിലാക്കി മുമ്പോട്ട് പോകണം എന്നുള്ളതാണ് നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. തന്നെയുമല്ല, ഈ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഒരാളെ കുറിച്ച് സമുദായത്തിനകത്ത് തന്നെ ഒരു അഭിപ്രായവും ഇല്ല എന്നുള്ളതിന്റെ വസ്തുതാപരമായ ദൃഷ്ടാന്തമല്ലേ ഇത്. പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, ഇപ്പം മൈക്രോ ഫിനാൻസ് അടക്കമുള്ള വിഷയങ്ങൾ അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന അദ്ദേഹം ആരോപണ വിധേയനാണ്. ഈ പ്രാതിനിധ്യ വോട്ടവകാശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമുദായത്തെ ഒന്നടങ്കം വഞ്ചിച്ചു തുടങ്ങിയ ഒരുപാട് പേരുദോഷങ്ങൾ അദ്ദേഹത്തിന്റെ പേരിൽ ഇപ്പൊ തന്നെ നിലനിൽക്കുന്നുണ്ട്. നിരവധി കേസുകൾ നേരിടുകയാണ്. അതെല്ലാം ഈ എന്താണ് ഞാൻ ആദ്യമേ ഉപയോഗിച്ചു അവിശുദ്ധമായ ഒരു കൂട്ടുകെട്ട് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള
പല കാര്യങ്ങളും മൂടി വെക്കുവാനുള്ള ആളുകൾക്ക് അതെ, അതിനുള്ള സഹായം ചെയ്തു കൊടുക്കുന്നു. ഇതൊക്കെ പൊതുജനം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് പക്ഷെ പറയാൻ അവസരമില്ല. ആ പറയാനുള്ള ഏക അവസരം ഏതാ? ഈ ബാലറ്റാണ്, ഈ ബാലറ്റ് പേപ്പർ മാത്രം. അപ്പം അതിലൂടെ ചെയ്തു കാണിക്കുമ്പോൾ അത് മനസ്സിലാക്കണം എന്ന് മാത്രമാണ് എനിക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും പറയാനുള്ളത്. LDF മാത്രമല്ല, ഇതൊരു ഉപദേശം പോലെ ആയാലും LDF മാത്രമല്ല, UDF നാളുകളിലായാലും ഇതൊരു പേരുദോഷമായിട്ട് തന്നെ നിൽക്കും. പേരുദോഷം എന്നുള്ളതല്ല, ഇത് കണ്ടുപഠിക്കേണ്ട ഒരു കാര്യമാണ്. ബാക്കിയുള്ള രാഷ്ട്രീയക്കാരൂടെ കണ്ടുപഠിക്കണം. ഇപ്പം LDF ഇല്ലെങ്കിൽ യഥാർത്ഥത്തിൽ LDF കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ നിരവധി വികസന പ്രവർത്തനങ്ങൾ, അതെ, ഈ 10 വർഷം കൊണ്ട് LDF നിരവധി വികസന പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത്. നേരിട്ടറിയാവുന്ന പല വികസന പ്രവർത്തനങ്ങളിൽ ഞാനും കൂടെ പങ്കാളിയായിട്ടുണ്ട്. അപ്പം അത് കേരളത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റുന്ന തരത്തിലേക്കുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ അതെല്ലാം ഇവിടെ ഏശാതെ പോയത് എന്താണെന്ന് വളരെ ആത്മപരിശോധന നടത്തണം. അടുത്ത ഒരു ഇലക്ഷൻ ആസന്നമായിരിക്കുന്ന കാലഘട്ടത്തിൻ്റെ, ഇന്നലെ ഇവിടെ പല മീഡിയാസും പറഞ്ഞതുപോലെ, മീഡിയാസിലെല്ലാം രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം പറഞ്ഞതുപോലെ ഇത് ഒരു സെമി ഫൈനൽ ആയിരുന്നു. അപ്പോൾ ഫൈനൽ വരാൻ നിൽക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇപ്പോഴാണ് ശ്രദ്ധിക്കേണ്ട കാലഘട്ടം. അപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൃത്യസമയത്ത് ശ്രദ്ധിച്ചു പോയില്ലെങ്കിൽ ഇത്തരത്തിലുള്ള വീഴ്ചകൾ സംഭവിക്കും എന്ന് നമ്മളുടെ ഒരു മുന്നറിയിപ്പാണ് ഇത്തരം കാര്യങ്ങൾ. ഇതിലെല്ലാം നമ്മുടെ എല്ലാ നേതാക്കന്മാരും ശ്രദ്ധിക്കണം. ഇതെല്ലാം ശ്രീനാരായണ ദർശനം അത് മാത്രമാണ് ലോകത്തിന് രക്ഷ എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പം ആ ദർശനത്തിന് വിപരീതമായി, ഞാൻ വെള്ളാപ്പള്ളി നടേശനെ മാത്രം പറയുമല്ല, ആ ദർശനത്തിന് വിപരീതമായി അത്തരത്തിൽ ചിന്തിച്ചുകൊണ്ട് വർഗീയ വിദ്വേഷം വെച്ച് പുലർത്തുന്ന ഒരാളെയും സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. അതിൽ ഏറ്റവും കൂടുതൽ നമ്മളിപ്പോൾ ഈ അടുത്ത കാലത്ത് കണ്ടതിൽ ഏറ്റവും കൂടുതൽ വിഷം ചീറ്റിയത് വെള്ളാപ്പള്ളി നടേശനാണ്. തർക്കമില്ലാത്ത കാര്യമാണ്. ബാക്കിയുള്ളവർ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ മുസ്ലിം ലീഗുകാർ ഒരുപാട് കാര്യങ്ങളിൽ മുന്നേറുന്നുണ്ട്. അതിനവർ പല തന്ത്രങ്ങളും എടുക്കുന്നുണ്ടായിരിക്കും. പക്ഷെ എല്ലാ ആളുകൾക്കും അതാവാം, സ്ട്രെയിറ്റ് വേയിലാകാം ആകാം. നമ്മളിപ്പം വിദ്യ കൊണ്ട് പ്രബുദ്ധരാവാൻ ഗുരു പറഞ്ഞു, നിങ്ങൾ വ്യവസായം കൊണ്ട് പുരോഗതി പ്രാപിക്കാൻ പറഞ്ഞു. അപ്പം ഇതെല്ലാം കഴിഞ്ഞ 10-20 വർഷമായിട്ട് നമ്മളെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ മുസ്ലിം സമുദായം വളരെ മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതിന് തർക്കമില്ലാത്ത കാര്യമാണ്. ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം നമ്മൾ പരിശോധിക്കുമ്പോൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യത്തിൽ അത് അവരുടെ മിടുക്കായിട്ട് നമ്മൾ കാണണം. അപ്പം അങ്ങനെ നമ്മുടെ സഹോദരൻ അവർ ഏത് സമുദായത്തിൽ പിറന്നാലും നേരത്തെ പറഞ്ഞ നമ്മുടെ ആത്മസഹോദരങ്ങളാണ്. നമ്മളെല്ലാം ഇന്ത്യയുടെ മണ്ണിൽ ജനിച്ചവരാണ്, കേരളത്തിൻ്റെ മണ്ണിൽ ജനിച്ചവരാണ്. അപ്പം നമ്മളെല്ലാം അപ്പുറവും ഇപ്പുറവും ആത്മസഹോദരങ്ങളായി ജീവിക്കേണ്ടവരാണ്. അപ്പോൾ നമ്മുടെ ഒരു സഹോദരൻ മുന്നേറുമ്പോൾ നമ്മൾ അതിനകത്ത് വ്യാകുലപ്പെടണ്ട. അതിനേക്കാൾ കൂടുതൽ വളരാൻ നമ്മൾ ചിന്തിക്കണം, നമ്മൾ അതിനനുസരിച്ച് പ്രവർത്തിക്കണം. നമ്മുടെ കൂടെ നിൽക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യം സൃഷ്ടിച്ചു കൊടുക്കണം. അതാണ് കഴിവ്. അല്ലാതിപ്പം എൻ്റെ അയലത്തുകാരൻ നന്നാവുന്നു എന്ന് പറഞ്ഞ് ഞാൻ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ചില നല്ല മാതൃകകൾ നമുക്ക് അവരുടെ മാതൃകകൾ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് അവരാരുടെ മാതൃകയാണ് സ്വീകരിച്ചിരിക്കുന്നതെന്ന് നമ്മൾ ആദ്യം പഠിക്കണം. അവർ ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനമാണ് ഉൾക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഗുരു പറയുന്ന പാതയിലൂടെ സഞ്ചരിക്കുന്നവരെ നമ്മൾ നിരുത്സാഹപ്പെടുത്തേണ്ട കാര്യമില്ല. അവർ ചെയ്യുന്നതിനൊപ്പം അല്ലെ അതിൽ മുമ്പിൽ കയറി പ്രവർത്തിക്കുവാനുള്ള താല്പര്യമാണ് നമ്മൾ കാണിക്കേണ്ടത്. അവരെ അടിച്ച് താഴെ ഇടാൻ നോക്കുന്നതിൽ ഒരർത്ഥവും ഇല്ല. അപ്പോൾ അത് ഞാൻ ഈ ഉള്ള കാര്യം തുറന്ന് പറയുകയാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ അത്തരം ഒരു മാതൃക സ്വീകരിക്കുക. അപ്പം രാഷ്ട്രീയക്കാർ ആര് തന്നെ ആയാലും, വിശിഷ്യ നമ്മുടെ മുഖ്യമന്ത്രിയും അതിൻ്റെ കൂടെയുള്ളവരും പഠിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഉണ്ടായ പരാജയത്തിൽ ഏറ്റവും പ്രധാന ഒരു ഘടകമാണ് ഈ ഒരു അവിശുദ്ധ കൂട്ടുകെട്ട്. ഈ അവിശുദ്ധ കൂട്ടുകെട്ട് എന്ന് പറയുമ്പോൾ ശ്രീനാരായണ ഈ ഒരു വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. കാരണം എല്ലാ തിന്മകൾക്കും രാഷ്ട്രീയ പിൻബലം കൊടുത്തുകൊണ്ട്
ഇവിടെ നിരവധി കേസുകൾ SNDP യോഗത്തെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി നടത്തി. ആ കേസുകളെല്ലാം എങ്ങനെ അട്ടിമറിക്കപ്പെട്ടു, അതെ, ആരാണ് ഇതിനെല്ലാം കൂട്ടി നിന്നത്, ഇതൊക്കെ കാണുമ്പോൾ ജനം സംശയിക്കും. തീർച്ചയായിട്ടും അതെ. അവരുടെ ചോദ്യങ്ങളുണ്ട്, നിരവധി ചോദ്യങ്ങൾ അവർക്ക് ചോദിക്കാം. ആ ചോദ്യങ്ങൾക്കുള്ള മറുപടി ഓരോരുത്തർ ചോദ്യം ആരോടാ ചോദിക്കുന്നത്? ചോദിക്കാനും ഒന്നും അവസരം കിട്ടാത്തത് കൊണ്ട് ആകെയുള്ള ഒരു അവസരം ഇതാണ്. അത് അവരെ കൃത്യമായി വിനിയോഗിച്ചിരിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പം ഇത് കണ്ടായിരിക്കണം രാഷ്ട്രീയ നിലപാടുകൾ വീണ്ടും വീണ്ടും എടുക്കേണ്ടതെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. വളരെ നന്ദി. താങ്ക് യു.